ആധുനിക ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളെ ഗ്രാമീണരുടെ നാട്ടറിവിൻ്റെ അരിപ്പയിലൂടെ പരിശോധിച്ച് പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ ജ്ഞാനശാഖയ്ക്ക് പുതിയ ഭാവുകത്വം നൽകിയ വികസന മാതൃക മേലേ തട്ടിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്നതിനു പകരം താഴെ തട്ടിൽ നിന്ന് ജനങ്ങളുടെ തീരുമാനങ്ങൾക്ക് കൂടി പങ്കാളിത്തം നൽകി മേലോട്ട് ഉയരുന്ന രീതിയിലുള്ള ഹരിത സമീപനത്തിനു വേണ്ടി നിലകൊണ്ട പരിസ്ഥിതി ശാസ്ത്രജ്ഞന്റെ പേരാണ് മാധവ് ധനഞ്ജയ് ഗാഡ്ഗിൽ. ഗാഡ്ഗിലിന്റെ അടിസ്ഥാനപരമായ വാദം സാമൂഹ്യ നീതിക്ക് വേണ്ടി ശാസ്ത്രീയതയിൽ ഊന്നിക്കൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്നതായിരുന്നു. തൻ്റെ ഗവേഷണങ്ങളിലൂടെ, എഴുത്തിലൂടെ, ഇടപെടലുകളിലൂടെ അദ്ദേഹം നിരന്തരം ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. ആയിരത്തി 1942 മെയ് 24 മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് മാധവ് ഗാഡ്ഗിൽ ജനിച്ചത്. അച്ഛൻ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷനും വിതരണത്തിലെ ഗാഡ്ഗിൽ ഫോർമുലയുടെ ഉപജ്ഞാതാവുമായിരുന്ന ധനഞ്ജയ രാമചന്ദ്ര ഗാഡ്ഗിൽ. സഹകരണ മേഖലയിൽ ഇന്ത്യയിലെ ആദ്യ പഞ്ചസാര ഫാക്ടറി ആരംഭിച്ചതും ഡോക്ടർ BR അംബേദ്കറുടെ നിർദ്ദേശപ്രകാരം ബോംബെയിലെ മിൽ തൊഴിലാളികളുടെ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കുകയും അവരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിനുള്ള ശുപാർശ നൽകിയതും അംബേദ്കറുടെ സുഹൃത്തുകൂടിയായ രാമചന്ദ്ര ഗാഡ്ഗിലായിരുന്നു. അമ്മ പ്രമീള ജാതി വിരുദ്ധ ഹിന്ദു പുരോഗമന പ്രസ്ഥാനമായിരുന്ന പ്രാർത്ഥനാ സമാജിൽ പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യയിലെ വൻകിട വ്യവസായവൽക്കരണത്തിന്റെ ഗുണഫലം അനുഭവിക്കാൻ സാധിക്കാത്തതും അതിന്റെ ദൂഷ്യങ്ങൾ പേറുകയും ചെയ്യുന്ന ഗ്രാമീണ അടിത്തട്ട് ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ചെറുപ്രായത്തിലെ അച്ഛനിൽ നിന്ന് മനസ്സിലാക്കാൻ മാധവ് ഗാഡ്ഗിലിന് കഴിഞ്ഞു. അംബേദ്കറുമായുള്ള അച്ഛന്റെ സൗഹൃദവും അമ്മയുടെ പ്രാർത്ഥനാ സമാജിലെ പ്രവർത്തനവും ചെറുപ്പത്തിൽ തന്നെ ജാതിക്കെതിരായ മനോഭാവം സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിച്ചു. കുടുംബത്തിലെ ബൗദ്ധ അന്തരീക്ഷവും മഹാത്മാ ഫുലെ, സാവിത്രിബായി ഫുലെ എന്നിവരുടെ സാമൂഹിക പരിഷ്കരണങ്ങളും മാധവ് ഗാഡ്ഗിലിൽ സ്വാധീനം ചെലുത്തി. മുത്തച്ഛന്റെ സമ്പന്നമായ സംസ്കൃത ഗ്രന്ഥശേഖരവും ഹിന്ദു ദർശനങ്ങളെ പരിചയപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിയിരുന്നു. ബുദ്ധ ദർശനങ്ങൾ അദ്ദേഹത്തിൽ വലിയ മതിപ്പുളവാക്കി. ഗാന്ധിജിയുടെ അധികാര വികേന്ദ്രീകരണം, ഗ്രാമസ്വരാജ് എന്നീ ആശയങ്ങളും JC കുമരപ്പയുടെ സാമ്പത്തിക കാര്യ പരിപാടികളും മാധവ് ഗാഡ്ഗിലിന്റെ ആശയ പ്രപഞ്ചത്തെ സ്വാധീനിച്ചിരുന്നു. കുടുംബ സുഹൃത്തുക്കളായ പ്രമുഖ നരവംശാസ്ത്രജ്ഞയായിരുന്ന ഇരാവതി കാർവയും പക്ഷി നിരീക്ഷകനായ സാലിം അലിയുമാണ് ജനകീയ ഗവേഷകനാവാൻ ഗാഡ്ഗിലിനെ പ്രചോദിപ്പിച്ചത്. അച്ഛന്റെയും സലിം അലിയുടെയും കൂടെയുള്ള ബാല്യകാലത്തെ പക്ഷി നിരീക്ഷണമാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞനാകണമെന്ന മോഹം ഉണർത്തിയത്. പൂനെയിലെ ഫെർഗൂസൺ കോളേജിലെ ജീവശാസ്ത്ര ബിരുദ പഠനകാലത്തു തന്നെ മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ തന്റെ അധ്യാപകനായ VD വർത്തക്കിനൊപ്പം ഫീൽഡ് പഠനങ്ങൾ നടത്തിയിരുന്നു. ബിരുദം നേടിയ ശേഷം മുംബൈയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ മറൈൻ ബയോളജിയിൽ മാസ്റ്റർ ബിരുദത്തിന് ചേർന്നു. മത്സ്യത്തൊഴിലാളികളുടെ കൂടെ ജീവിച്ചുകൊണ്ടാണ് ഫീൽഡ് പഠനങ്ങൾ നടത്തിയിരുന്നത്. സാമുദ്രിക ജീവശാസ്ത്രജ്ഞനായ ഗിൽ സ്മിഡിന്റെ കീഴിൽ PhD പഠനം നടത്താൻ ഹാർവാർഡ് സർവകലാശാലയിൽ ചേർന്നു. പിന്നീട് വില്യം ബൊസട്ടിന്റെ കീഴിൽ മാത്തമാറ്റിക്കൽ ഇക്കോളജി ആൻഡ് ഫിഷ് ബിഹേവിയർ എന്ന വിഷയത്തിൽ PhD നേടി. ബിരുദ പഠനകാലത്ത് പരിചയപ്പെട്ട സഹപാഠി സുലോചന ഫട്ടക്കുമായുള്ള വിവാഹത്തിന് ശേഷമാണ് രണ്ടുപേരും ഹാർവാർഡിൽ ചേർന്നത്. പരേതയായ സുലോചന ഗാഡ്ഗിൽ കാലാവസ്ഥാ ശാസ്ത്രത്തിലെ ഇന്ത്യയിലെ തന്നെ പ്രഥമ ഗണനീയയായ ശാസ്ത്രജ്ഞയായിരുന്നു. പരിണാമ ജീവശാസ്ത്രം, ആനുമാനിക ജനസംഖ്യാ ജീവശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ മാധവ് ഗാഡ്ഗിൽ ഗവേഷണങ്ങൾ നടത്തി. ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ സെന്റർ ഫോർ ഇക്കോളജിക്കൽ സയൻസ് രൂപം കൊള്ളുന്നത് ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ വലിയ വഴിത്തിരിവായിരുന്നു. ഇതിന്റെ സ്ഥാപകൻ മാധവ് ഗാഡ്ഗിലായിരുന്നു. 1986 നീലഗിരിയെ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. 2002 രാജ്യത്ത് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് എന്ന നിർണായക നിയമം രൂപീകരിക്കുന്നതിന്റെയും പിന്നിൽ ഗാഡ്ഗിലായിരുന്നു. പ്രാദേശിക പാരിസ്ഥിതിക അറിവ് രേഖപ്പെടുത്തുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററുകൾ എന്ന ആശയം ഗാഡ്ഗിൽ ഇതിലൂടെ അവതരിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര ഉപദേശക കൗൺസിലിലും ദേശീയ ടൈഗർ അതോറിറ്റിയിലും പ്രവർത്തിച്ച അദ്ദേഹം രാജ്യത്തിന്റെ പാരിസ്ഥിതിക നയം രൂപീകരിക്കുന്നതിന് സുപ്രധാന പങ്കുവഹിച്ചു. ഇന്നുള്ള രൂപത്തിൽ
കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന നിലയിലേക്ക് മാറ്റിയെടുക്കുന്നതിലും ഗാഡ്ഗിൽ തന്റേതായ റോൾ നിർവഹിച്ചിട്ടുണ്ട്. I think nature conservation is unfortunately often an elitist endeavor. In this country, the elite are alienated from the masses of the people. ഗാഡ്ഗിലും പ്രൊഫസർ കൈലാഷ് മൽഹോത്രയും തീവണ്ടികളിലായി രാജ്യം മുഴുവൻ സഞ്ചരിച്ച് ഓരോ മേഖലയിലുമുള്ള ജൈവ വൈവിധ്യത്തെക്കുറിച്ചും പരിസ്ഥിതി നേരിടുന്ന ഭീഷണികളെക്കുറിച്ചും വിശദമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി. ഇന്ന് ഇന്ത്യയുടെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അടിസ്ഥാന ശില തന്നെ ഈ റിപ്പോർട്ടാണ് എന്നോർക്കണം. സൈലന്റ് വാലി പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ 1982 MGK മേനോൻ അധ്യക്ഷനായ സമിതിയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായിരുന്നു ഗാഡ്ഗിൽ. അതിന്റെ ഭാഗമായി അദ്ദേഹം സൈലന്റ് വാലിയിലും മുല്ലപ്പെരിയാറിലും ഫീൽഡ് പഠനങ്ങൾ നടത്തി. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സൈലന്റ് വാലി പദ്ധതിക്ക് അനുമതി നിഷേധിക്കപ്പെടുന്നത്. 2006 വനാവകാശ നിയമത്തിന്റെ സൃഷ്ടിയിലും ഗാഡ്ഗിൽ മുഖ്യ പങ്ക് വഹിച്ചു. വനപരിപാലനത്തിൽ ആദിവാസികൾക്കും വനഗോത്രങ്ങൾക്കും നിയമപരമായ അവകാശവും അധികാരവും ലഭിക്കുന്നതിന് ഇത് വഴിയൊരുക്കി. ഇന്ത്യൻ ഭരണഘടനയിൽ അവഗണിക്കപ്പെട്ട ഗ്രാമീണരും തദ്ദേശീയരുമായ ജനവിഭാഗങ്ങളുടെ അധികാര പങ്കാളിത്തമെന്ന തത്വം പ്രാവർത്തികമാക്കുന്നതിനുള്ള പരിശ്രമം ഈ നിയമങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് അദ്ദേഹം നടത്തി. കൊളോണിയൽ കാലത്ത് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട വിഭവങ്ങളിന്മേലുള്ള അധികാരം തിരികെ പിടിക്കുന്നതിന് ജനങ്ങളെ പ്രാപ്തമാക്കുന്ന വിപ്ലവകരമായ നീക്കങ്ങൾ എന്ന നിലയിൽ ഇത് ശ്രദ്ധേയമാണ്. Faith in bureaucracy and guns and guards, and I have no faith in bureaucracy and guns and guards, I must say. Currently, there is no question about it. The urban conservationists are alienated from the common people of the country. This must cease, and then I think that's the way ahead. പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യത്തെയും അതിന്റെ പരിസരത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ആവാസ സുരക്ഷയെയും കണക്കിലെടുക്കുന്നതുമായിരുന്നു ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിലുള്ള വെസ്റ്റേൺ ഗാർഡ്സ് ഇക്കോളജി എക്സ്പേർട്ട് പാനൽ 2011 നൽകിയ റിപ്പോർട്ട്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് സത്പുര പർവ്വതനിരകൾ വരെ ഏകദേശം 1600 കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കണമെന്നതായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാന ആവശ്യം. കേരളത്തിൽ ഇടത് വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളും കയ്യേറ്റക്കാരും പാറമട മുതലാളിമാരും വ്യാപാരികളും ഒക്കെ അടങ്ങുന്ന സംഘവും അവരുടെ അടക്കമുള്ള നിക്ഷിപ്ത താല്പര്യങ്ങൾ പങ്കുവെക്കുന്ന മതസംഘങ്ങളുമെല്ലാം ചേർന്ന് ആസൂത്രിതമായി തന്നെ ഇതിനെതിരെ ശബ്ദമുയർത്തി. തങ്ങളുടെ ഉപജീവന സാധ്യതകൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കിയാൽ ഇല്ലാതാകുമെന്നും കുടിയിറങ്ങേണ്ട അവസ്ഥ വരുമെന്നുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വലിയൊരു വിഭാഗം ജനങ്ങളും അതിൽ ചേർന്നു എന്നതും വാസ്തവമാണ്. വാസ്തവത്തിൽ പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരെ ദോഷകരമായി ബാധിക്കുന്ന നിർദ്ദേശങ്ങളൊന്നും ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. ചില മാറ്റങ്ങൾ വരുത്താവുന്ന കുറച്ച് പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയൊഴിച്ചാൽ ബാക്കിയെല്ലാം പശ്ചിമഘട്ട പ്രദേശവാസികളായ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതായിരുന്നു. പശ്ചിമഘട്ട പ്രദേശത്തെ 3 തരത്തിലുള്ള എൻവയോൺമെന്റൽ സെൻസിറ്റീവ് സോണുകളാക്കി തിരിക്കുകയാണ് സമിതി ചെയ്തത്. അതിൽ അതീവ പാരിസ്ഥിതിക ലോല മേഖലയായ 1ാം മേഖലയിലാണ് വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ശുപാർശ ചെയ്തത്. അതുപോലും സാധാരണ ജനങ്ങളെ ബാധിക്കുന്നതായിരുന്നില്ല. സാധാരണ കർഷകരെയോ പശ്ചിമഘട്ടത്തിലെ ജനങ്ങളെയോ ദോഷകരമായി ബാധിക്കുന്നതായിരുന്നില്ല ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ. എന്നാൽ ഖനന മാഫിയകൾക്കും റിസോർട്ട് വ്യാപാരികൾക്കും വനം കൊള്ളക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിർദ്ദേശങ്ങളായിരുന്നു ഇവ എന്നതുകൊണ്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ വലിയ പ്രതിഷേധം ആസൂത്രിതമായി ഉയർത്തിവിട്ടത്. നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്താണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രകൃതി നശിപ്പിക്കപ്പെടുമ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും ദുരന്തങ്ങളുടെയും ചൂഷണങ്ങളുടെയും വില നൽകേണ്ടി വരുന്നത് ദുർബല വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരാണ്. എന്നാൽ ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതോ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ള ധനികരായ മനുഷ്യർക്കും. പശ്ചിമഘട്ട സംരക്ഷണ സമിതി കൽപ്പറ്റയിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗാഡ്ഗിൽ കേരളത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കപ്പെട്ടില്ല എങ്കിലും കേരളത്തിൽ ഓരോ പ്രകൃതി ദുരന്തവും സംഭവിക്കുമ്പോൾ നമ്മൾ ഗാഡ്ഗിലിനെ ഓർത്തുകൊണ്ടേയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം നമുക്കില്ലാതെ പോയി. വൈകാരികമായ അഭിപ്രായ പ്രകടനങ്ങൾക്കപ്പുറത്ത് ഗാഡ്ഗിൽ പറഞ്ഞ ആശയങ്ങൾ അതിൻ്റെതായ ഗൗരവത്തിൽ
യുക്തിഭദ്രമായി ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം പോലും നമുക്കില്ലാതെ പോയി എന്നത് നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ട് നടത്തുന്ന തെറ്റായ വികസന പ്രവർത്തനങ്ങളിലൂടെ ഒരു ചെറിയ ന്യൂനപക്ഷം മനുഷ്യർ ഇന്ന് വൻ ലാഭം കൊയ്യുകയാണ്. എന്നാൽ ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് വലിയൊരു വിഭാഗം ജനതയാണ്. ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഈ അവസ്ഥയെ ഡോക്യുമെന്റ് ചെയ്യുകയെന്നതും പരിസ്ഥിതി നാശം കാരണം നരവംശം അനുഭവിക്കാൻ പോകുന്ന വലിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയെന്നതും എൻ്റെ ഉത്തരവാദിത്തമാണ്. ഗാഡ്ഗിലിന്റെ ജീവിത ദർശനം ഈ വാക്കുകളിലുണ്ട്. It is my responsibility to document this properly and bring out the consequences. പശ്ചിമഘട്ടം തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല. അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. കേരളത്തെക്കുറിച്ചുള്ള തൻ്റെ ആശങ്ക ഗാഡ്ഗിൽ ഇങ്ങനെ പങ്കുവെക്കുന്നുണ്ട്. ഗാഡ്ഗിലിനെ ഇനിയും നമ്മൾ ഓർക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകളും പഠന റിപ്പോർട്ടുകളും ഇനിയും കേരളവും ഇന്ത്യയും ചർച്ച ചെയ്യും. അവയെല്ലാം അത്രയേറെ ആഴത്തിലുള്ളതാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സന്തുലിതമായ ജീവിതത്തിന് വേണ്ടി വാദിച്ച, ശാസ്ത്രീയ ബോധ്യങ്ങളിലൂന്നി പ്രവർത്തിച്ച പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിരുന്നു മാധവ് ഗാഡ്ഗിൽ.